അതോടൊപ്പം തന്നെ പ്രചരണ ഉദ്ഘാടനം വളരെ കളർഫുൾ ആക്കാനുള്ള ഒരു ശ്രമവും നടത്തി. യുവജന നേതാക്കൾ, അതായത് വർക്കിംഗ് പ്രസിഡന്റുമാർ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് തുടങ്ങി യുവനിര ഒന്നാകെ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ്. പര്യടനമാണ്, സ്ഥാനാർത്ഥി പര്യടനത്തിനാണ് തുടക്കമിട്ടത്. ഇന്ന് 2 പഞ്ചായത്തുകളാണ് ഇന്നത്തെ പര്യടനം നടക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ മറ്റു പര്യടനം, അതായത് സ്ഥാനാർത്ഥി പര്യടനം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കൂടി UDF കടന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ നേതൃതല യോഗം ചേർന്നു. പഞ്ചായത്ത് കൺവെൻഷനുകൾ എന്നും ബൂത്ത് തല കൺവെൻഷനുകൾ 263 ബൂത്തുകളിലും നടത്തി. തുടർന്ന് കൺവെൻഷൻ ഇന്നലെ നടത്തി. കൺവെൻഷനോടുകൂടി തന്നെ UDFിന്റെ പ്രവർത്തകർക്ക് താഴെത്തട്ടിൽ പ്രചരണം നടത്താനുള്ള ഒരു അജണ്ട, ഒരു പ്രചരണ ക്യാമ്പയിൻ്റെ സ്ഥാനം സെറ്റ് ചെയ്തു. സർക്കാരിനെതിരെ കൃത്യമായ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സർക്കാർ പറയുമ്പോൾ ആ വാദം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല അൻവറിനെ അവഗണിക്കുന്നതിന് വേണ്ടി LDFും UDFും തമ്മിലാണ് മത്സരം. ഭരണമാറ്റം ഉണ്ടായെങ്കിൽ വോട്ട് ചെയ്യേണ്ടത് LDFിനാണ്, സ്വതന്ത്രന്മാർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അജണ്ട സെറ്റ്. ഇതിന് പിന്നാലെയാണ് ഈ പ്രചരണ പരിപാടികൾ കൂടി തുടക്കമിട്ടിരിക്കുന്നത്. മറ്റു പഞ്ചായത്തുകളും വരുന്ന ദിവസങ്ങളിൽ പ്രചരണ പരിപാടികൾ നടത്തും. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വിഭാഗം നേതാക്കളെയും, അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കൾ, അതോടൊപ്പം മറ്റുള്ള വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, പിന്നെ അതോടൊപ്പം തന്നെ നേതാക്കളുമായിട്ടുള്ള യോഗങ്ങൾ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ന് തുടങ്ങി UDF കൺവീനറും പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പര്യടന പരിപാടികൾക്കാണ് ഇവിടെ നിലമ്പൂരിൽ UDF നേതൃത്വം നൽകുന്നത്. എന്തായാലും അൻവർ വിഷയം അല്ലെങ്കിൽ അതൊരു ആശയക്കുഴപ്പം മാറിയതോടുകൂടി തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്രചരണ പരിപാടികളിലേക്ക് സജീവമായിരിക്കുകയാണ് നിലമ്പൂരിൽ UDF ക്യാമ്പ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ, ഒരുപക്ഷെ പെരുന്നാൾ വരെ ഈ ഒരു മന്ദഗതിയിൽ തന്നെ പോകുമെന്ന് പറയാം. അതിനുശേഷം കൂടുതൽ നേതാക്കൾ കൂടി ഇറക്കിക്കൊണ്ട് വ്യാപകമായ പ്രചരണ പരിപാടികൾക്കാണ് അവർ ലക്ഷ്യമിടുന്നത്. ധന്യ.